ഒരിക്കൽ സുഗന്ധം പൂശി അയകാർന്ന വസ്ത്രം ധരിച്ച് പ്രൗഢിയോടുകൂടി ഒരു ധനികൻ കടന്നു പോകുന്നത് നബിയും ശിഷ്യരും കണ്ടു. എന്താണ് അയാളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? നബി ചോദിച്ചു. നബിയെ, അയാൾ എല്ലാവർക്കും സ്വീകാര്യനാണ്. ശുപാർശ പറഞ്ഞാൽ ആൾക്കാർ കേൾക്കും. കല്യാണം ആലോചിച്ചാൽ ആരും തടയില്ല. സദസ്സുകളിൽ ക്ഷണിക്കപ്പെടും. നബി ഒന്നും മിണ്ടിയില്ല. അല്പം കഴിഞ്ഞ് വേറൊരാൾ അതുവഴി പോയി. ഒരു സദാ വസ്ത്രം, ഒരു പകിട്ടോ പ്രതാപമോ ഇല്ല. അയാളെപ്പറ്റി എന്തു പറയുന്നു? നബി വീണ്ടും ചോദിച്ചു. നബിയെ, അയാൾ ആരും വിലവെക്കില്ല. ശുപാർശ പറഞ്ഞാൽ സ്വീകരിക്കില്ല. സദസ്സുകളിൽ ക്ഷണിക്കപ്പെടില്ല. നബി അല്പനേരം മൗനം ദീക്ഷിച്ചു. പിന്നെ മെല്ലെ പറഞ്ഞു. ആദ്യം പോയ ആളുകൾ ഭൂമിയിൽ നിറച്ചിട്ടുണ്ടാവും. കാര്യമില്ല. രണ്ടാമത് പോയവനാണ് ശ്രേഷ്ഠൻ. ശിഷ്യൻ അമ്പരന്നു. നബി തുടർന്നു. സ്വർഗം എനിക്ക് കാണിച്ചപ്പോൾ അതിൽ കൂടുതലും ഞാൻ കണ്ടത് ദരിദ്രരെ ആയിരുന്നു. പിന്നീട് ആകാശത്തേക്ക് കൈ ഉയർത്തി നബി പ്രാർത്ഥിച്ചു. അല്ലാഹുവേ, നീ എന്നെ ദരിദ്രനായി ജീവിപ്പിക്കുകയും ദരിദ്രനായി മരിപ്പിക്കുകയും ചെയ്യണമേ. പിന്നീടൊരിക്കൽ ഒരു യാത്ര കഴിഞ്ഞു വരും വഴി നബിയും ശിഷ്യരും ഒരിടത്ത് തമ്പടിച്ചു. ശിഷ്യർ വളരെ ഉച്ചത്തിൽ ദിക്ർ, ദൈവസ്തോത്രം ചൊല്ലാൻ തുടങ്ങി. ഉടനെ നബി ശാസിച്ചു. ശബ്ദം താഴ്ത്തു. ചെവി പൊട്ടനെയല്ല, നിങ്ങളുടെ കണ്ടനാടിയേക്കാൾ അടുത്തവനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. ബെൻസ് കാറിൽ വന്നു പാതിരാത്രി മൈക്കും വെച്ച് ചെവി പൊട്ടും ഉച്ചത്തിൽ അല്ലാഹുവേ അലറി വിളിക്കുന്നവർ ഒരു മതത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. പെരുന്നാളിന് ബൈക്കും കൂക്കി വിളിച്ച് നിരന്തരം ഹോൺ അടിച്ചും ആഘോഷം ഉപദ്രവമാക്കി മാറ്റുന്ന സമുദായ യൗവനം ഏതു നബിയാണ് സ്നേഹിക്കുന്നത്? പാവപ്പെട്ടവന് സദസ്സിൽ ഇടം നൽകാതെ പണക്കാരനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന പണ്ഡിതർ ഏതു നബിയെയാണ് പിൻപറ്റുന്നത്? 4 നേരം ഇറച്ചിയും മീനും തിന്നും ഇസ്ലാമിക മഹത്വം വിളമ്പുന്ന ഞാനും നിങ്ങളും അറിയണം നമ്മുടെ നബിയെ. ഇളം ആട് മാംസം കണ്ണ് കൊണ്ട് കണ്ടിട്ട് പോലുമില്ലാത്ത പുണ്യപ്രവാചകനെ. അധിക ദിവസവും പട്ടിണിയായിരുന്നു അവിടുന്ന്. മരിക്കുന്ന സമയത്ത് സ്വന്തം പടയങ്കി ഒരു ജൂതന് പണയം വെച്ചിരിക്കുകയായിരുന്നു. ഒരു പായ, ഒരു പുതപ്പ്, 2 പാത്രം തീർന്നു നബിയുടെ സമ്പാദ്യം. ബുർജ് ഖലീഫയുടെ ഉയരം പറഞ്ഞു മത്സരിക്കുന്നവരും സ്വത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന ഉസ്മാനും കബീറും ജമീലയും ഒക്കെ ഇതറിയാതെ പോകുന്നു. ഒരിക്കൽ ബദാം കലക്കിയ പാനീയം ആരോ സമ്മാനമായി നൽകിയപ്പോൾ അത് വാങ്ങാൻ കൈനീട്ടി നബി പിന്നെ പറഞ്ഞു. ഇത് റോമാ ചക്രവർത്തിമാർ കുടിക്കുന്ന പാനീയമാണ്. ഇതെന്നെ അഹങ്കാരിയാക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് എനിക്കിത് കുടിക്കാനാവില്ല എന്ന് ബദാം ഷേക്കും കുടിച്ച് തന്തൂരി ചിക്കൻ കടിച്ച് പറിച്ച് പാവങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് എനിക്കിതുണ്ട് അവനതില്ല എന്ന് ഊറ്റം കൊണ്ട് ഭൂമി ചവിട്ടിക്കുലുക്കി നടക്കുന്ന നമുക്ക് പറയാൻ ലജ്ജയില്ലേ?